വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനസ്സിൻ്റെ സന്തോഷം മുഖത്ത് പ്രകടമാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണോ എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യൻ്റെ വൈശിഷ്ട്യങ്ങളിലൊന്നാണ് മനസ്സിലെ കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും മൂടിവയ്ക്കാൻ കഴിയില്ല എന്നത്. അതിൻ്റെ സ്ഫുലിംഗങ്ങൾ മുഖത്ത് പതിയും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന്. മനസ്സിലുള്ള കാര്യങ്ങൾ ദുഃഖദായകമായാലും സുഖദായകമായാലും അതിൻ്റെ പ്രതിഫലനം മുഖത്ത് ദൃശ്യമാകും. വിടർന്ന മുഖം, പുഞ്ചിരിക്കുന്ന മുഖം, വിടർന്ന കണ്ണ്, ഇതൊക്കെ സന്തോഷ സൂചകമാണ്. ഇപ്രകാരമുള്ള മുഖം കണ്ടാൽ എന്തോ സന്തോഷിക്കുന്ന കാര്യം മനസ്സിലുണ്ടെന്ന് കാണുന്നവനു തോന്നും. എന്നാൽ വിതുമ്പുന്ന ചുണ്ടും മങ്ങിയ മുഖവും പെയ്യാൻ വെമ്പൽ കൊള്ളുന്ന മേഘം പോലെയുള്ള കണ്ണുകളുമൊക്കെ ദുഃഖത്തിൻ്റെ സൂചനയാണ്. മനസ്സിലെ കാര്യങ്ങൾ മുഖത്ത് നിഴലിക്കുന്നത് സർവ്വസാധാരണമാണ്. മുഖം കണ്ട് നാം ചോദിക്കില്ലേ, അല്ല ഇന്നെന്താ നിൻ്റെ മുഖം മൂടിക്കെട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നെന്താ എന്തോ സന്തോഷവർത്തമാനം പറയുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ, പറയൂ, വേഗം പറയൂ, അറിയട്ടെ എന്നൊക്കെ ചോദിക്കുന്നതും മുഖം മനസ്സിലെ കാര്യങ്ങൾ പ്രതിബിംബിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് മുഖത്ത് പ്രകടമാകുന്നത്. അതുകൊണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന നിഗമനം ശരിയാണ്.